അപ്പോൾ ഇന്നൊരു കുഞ്ഞ് യാത്രാവിശേഷമാണ്. ഞങ്ങൾ കസിൻസും പിള്ളേരൊക്കെ ആയിട്ട് ഒരു വൺ ഡേ ട്രിപ്പൊക്കെ കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ദിവസത്തെ പ്ലാനിങ്ങിന് ശേഷം ഏതായാലും 2 ദിവസത്തെ അവധിയൊക്കെ ഒത്തു വന്ന സമയത്ത് ഞങ്ങൾ പിള്ളേരെയും കൂട്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. വരുന്ന വഴിക്ക് നമ്മൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് ഫ്രൂട്ട്സും ബിസ്ക്കറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങി വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ പോകുന്ന സ്ഥലത്ത് ഷോപ്പ് ഉണ്ടോ, നമുക്ക് ഇതുപോലെ ഫുഡൊക്കെ കിട്ടുമോ എന്നൊന്നും അറിയാത്തതുകൊണ്ട് കുറച്ച് ബിസ്ക്കറ്റും വെള്ളമൊക്കെ വാങ്ങി വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കസിൻസ് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ട്രിപ്പൊക്കെ പോകാറുണ്ട് കേട്ടോ. ചിലപ്പോൾ വൺ ഡേ ട്രിപ്പ് മാത്രമല്ല, 1-2 ദിവസത്തെ ട്രിപ്പൊക്കെ പോകാറുണ്ട്. അപ്പോൾ ചില ട്രിപ്പ് ഞങ്ങൾ കുറേ പ്ലാൻ ചെയ്യും, അതൊന്നും നടക്കില്ല. എന്നാൽ പെട്ടെന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഒരു പ്ലാനിങ്ങും ഇല്ലാതെയാണെങ്കിൽ അത് നടക്കുകയും ചെയ്യും. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലുള്ള കാഞ്ഞിരക്കൊല്ലി അളകാപുരി വെള്ളച്ചാട്ടം കാണാനാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ആരും ഇതുവരെ ഈ അളകാപുരി വെള്ളച്ചാട്ടം കണ്ടിട്ടില്ല. അതുപോലെ ഇവിടെ അടുത്ത് തന്നെ ശശിപ്പാറ എന്ന് പറഞ്ഞ ഒരു വ്യൂ പോയിൻറ്റും കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാനുള്ളൊരു പ്ലാനിങ്ങിലാണ് കേട്ടോ ഞങ്ങൾ വന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ, നല്ല വ്യൂ ആണ്, ഇങ്ങോട്ട് നോക്കിയാലും നല്ല പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലം. അങ്ങനെ ഇതാ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിൽ വലിയൊരു ഗ്രൗണ്ടൊക്കെ ഉണ്ട്, നമുക്ക് പാർക്കിങ്ങിനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അപ്പോൾ വീക്കെൻഡൊക്കെ ആകുമ്പോൾ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ ഉണ്ടാവും. ഇന്ന് അത്രയങ്ങ് വണ്ടികളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ 8 മണിക്ക് വിട്ടതാണ്. അപ്പോൾ ഏകദേശം ഒരു 10-11 മണിയാകുമ്പോഴേക്കും നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു ശശിപ്പാറ വ്യൂ പോയിൻറ്റിലേക്ക് ഇവിടുന്ന് വണ്ടി സൗകര്യമുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ജീപ്പിൽ വേണമെങ്കിൽ പോവാം, ഒരു 500 രൂപയെ ഒരു ട്രിപ്പിന് ഈടാക്കുന്നുള്ളൂ. അങ്ങനെ നമ്മളിതാ ജീപ്പിൽ ശശിപ്പാറയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. പിന്നെ പ്രൈവറ്റ് വണ്ടികളൊക്കെ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ കുട്ടികളൊക്കെ ഉണ്ട്, നമുക്കറിയാത്തൊരു നാടും വഴിയൊക്കെ ആയതുകൊണ്ട് റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇവരുടെ ജീപ്പിൽ തന്നെ പോകുന്നത്. അപ്പോൾ നമ്മുടെ കാറെടുത്തൊക്കെ പോകാനൊക്കെ പറ്റും, പക്ഷേ ചെറിയ വഴികളാണ്. ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ തിരിച്ചൊരു വണ്ടി വരണമെങ്കിൽ നമ്മൾ കുറച്ച് റിസ്ക് ഒക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അതിന് നല്ലത് നമുക്കിവിടെ ഒരു 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ സേഫായിട്ട് ശശിപ്പാറയിൽ എത്തിച്ചു തരും. അതുപോലെ തന്നെ തിരിച്ച് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് തിരിച്ച് എത്തിച്ചും തരും. അപ്പോൾ നമ്മളിത് വ്യൂ പോയിൻറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ഒരു എൻട്രൻസ് ഒക്കെ ഉണ്ട്, ചെറിയൊരു ഫീസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് നമ്മൾ അകത്തേക്ക് കയറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ വ്യൂ പോയിൻറ്റ് കാണാനായിട്ട് അങ്ങോട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് നടക്കുന്ന സമയത്താണ് നമ്മൾ വിചാരിച്ചത് കൂടുതൽ സമയം നടക്കാനുണ്ടാവും, കുട്ടികളൊക്കെ കൂടെയുള്ളതല്ലേ. അപ്പോൾ നമ്മൾ സാധാരണ ഇതുപോലെ വ്യൂ പോയിൻ്റൊക്കെ കാണാൻ പോകുമ്പോൾ നമ്മൾ ഒരുപാട് ദൂരം നടക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്നാൽ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് 1-2 മിനിറ്റിൻ്റെ ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അതുതന്നെ വലിയൊരു ആശ്വാസമല്ലേ, കുട്ടികളൊക്കെ കൂടെ ഉണ്ടാകുമ്പോൾ അവർ കൂടുതൽ നടക്കാനൊന്നും ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞ സമയത്ത് നമുക്ക് മനസ്സിലായത് നല്ല അടിപൊളി സ്ഥലമാണ്, നമ്മളിവിടെ വന്നിട്ടില്ലെങ്കിൽ അതൊരു നഷ്ടം തന്നെയായി പോവുമായിരുന്നു. ഇപ്പോൾ സമയം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടെങ്കിലും വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കൊരു രാവിലെ എത്തിയൊരു ഫീലിംഗ് ആണ് കേട്ടോ ഇവിടെ എത്തിയപ്പോൾ തോന്നിയത്. ആകെ ഒരു മഞ്ഞ് മൂടിക്കിടക്കുന്ന പോലത്തെ ഒരു കാലാവസ്ഥയും ഒരു തണുപ്പ് കാറ്റൊക്കെ ഉണ്ട്. വെയിലൊന്നും ഒട്ടും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളന്ന് പോകുന്ന ദിവസം ഒരു മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഭാഗ്യത്തിന് മഴക്കാറൊക്കെ ഉണ്ടെങ്കിലും മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ. മാത്രമല്ല നമുക്ക് വെയിലൊന്നും ഒട്ടും കിട്ടിയിട്ടില്ല. അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഒരു 11-12 മണിക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ശശിപ്പാറയിൽ വെയിലൊക്കെ ആയിട്ട് ആകെ ഒരു മൂഡൗട്ടൊക്കെ ആവുന്നു. അപ്പോൾ നമ്മൾ എത്തിയ കാലാവസ്ഥ ഏതായാലും നല്ലതായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഒരു സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതാ ഈ ഒരു ഭാഗത്തേക്ക് എത്താം. അപ്പോൾ ബാരിക്കേഡൊക്കെ വെച്ചിട്ട് നല്ല സേഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് താഴോട്ട് നോക്കിയാലാണ് കേട്ടോ നമുക്ക് ഈ മലനിരകളുടെ ഒരു ഭംഗിയൊക്കെ ശരിക്കും കാണാൻ പറ്റുന്നത്. അപ്പോൾ ഒരു റീൽസ് കണ്ടിട്ടുണ്ട്, ഇവിടെ സൺറൈസൊക്കെ അടിപൊളിയാണ്. അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല മേഘങ്ങളൊക്കെ നല്ല പുതപ്പ് പോലെ കാണാനൊക്കെ പറ്റുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ വന്ന സമയത്തും നല്ലതായിരുന്നു കേട്ടോ, നല്ല മഞ്ഞ് പൂണിയ പോലെയുള്ളൊരു കാലാവസ്ഥയൊക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ കണ്ടതിന് ശേഷം നമ്മളിതാ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പാറയുടെ മുകളിലൊക്കെ കയറി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ ഈവനിങ് ഒക്കെ വരുവാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഇവിടെ ഈ കുറച്ച് സമയം നമുക്കിത് ഈ ഫോട്ടോസൊക്കെ എടുക്കാനും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ, ചവറുകളൊന്നും ഇല്ലാതെ എല്ലാം നല്ല വൃത്തിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് സമയം ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇനി വെള്ളച്ചാട്ടത്തിലൊക്കെ പോയി കുളിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ജീപ്പിനടുത്തേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈവനിങ് ഒക്കെ വരുവാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. ഒരു ഫാമിലി ആയിട്ടൊക്കെ കുറച്ച് സമയം ഇരുന്ന് കാറ്റ് കൊള്ളാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ കാഞ്ഞിരക്കൊല്ലി വെള്ളച്ചാട്ടം കാണാൻ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ശശിപ്പാറ മിസ് ചെയ്യേണ്ട. അപ്പം ഞങ്ങൾ നേരെ ശശിപ്പാറയിലേക്കാണ് കേട്ടോ വന്നത്. അപ്പോൾ ഈ വ്യൂ പോയിൻ്റ് കണ്ടതിന് ശേഷം വെള്ളച്ചാട്ടത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഞങ്ങൾ നേരെയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ വെള്ളച്ചാട്ടത്തിലൊക്കെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷം ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ ശശിപ്പാറ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതലും നല്ലത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ വന്ന സമയത്ത് വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല.
നല്ലൊരു കാലാവസ്ഥയൊക്കെ കിട്ടി. അങ്ങനെ ഇതാ നമ്മൾ ജീപ്പിലേക്ക് തന്നെ കയറിയിട്ടുണ്ട്. അപ്പം നമ്മുടെ താഴെ വണ്ടി പാർക്ക് ചെയ്ത ആ ഒരു സ്ഥലത്ത് തന്നെ ഇവർ ജീപ്പ് ഡ്രോപ്പ് ചെയ്ത് തരും. അപ്പോൾ ഇതാ ഇവിടെ നിന്ന് ഇറങ്ങുന്ന ആ വ്യൂവും നല്ല അടിപൊളിയാണ്. അപ്പം ഞാൻ പറ്റുന്ന പോലെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ജീപ്പിലായതുകൊണ്ട് തന്നെ ഭയങ്കര കുലുക്കമൊക്കെ ഉള്ളൊരു വഴിയൊക്കെ ആയതുകൊണ്ട് കൂടുതലൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ താഴെ പാർക്കിങ്ങിലെത്തുമ്പോഴേക്കും അത്യാവശ്യം ആളുകളും വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് ഇനി നമ്മുടെ ബാഗൊക്കെ എടുത്തിട്ട് വേണം നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് പോവാൻ. അപ്പോൾ നമ്മൾ ഈ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് 1/2 കിലോമീറ്ററോളം മാറിയിട്ടാണ് കേട്ടോ ഈ ഒരു അളകാപുരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് നടന്ന് പോവുകയാണ്. അപ്പോൾ അത്യാവശ്യം അവിടെ നിന്ന് നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ മാറാനുള്ള ഡ്രസ്സൊക്കെ നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടോ ഇല്ലയോ എന്നും നമ്മൾ അറിയുന്നില്ല. എന്നാലും നമ്മൾ ഡ്രസ്സൊക്കെ കരുതിയിട്ടുണ്ട്. പറ്റുമെങ്കിൽ കുളിക്കാമെന്നൊക്കെ ഉള്ള ഒരു ധാരണയിലാണ് കേട്ടോ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തത്. അപ്പോൾ ഇതാ ഈ ഒരു വഴിയിലൂടെയാണ് കേട്ടോ നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് പോവേണ്ടത്. അപ്പോൾ ഇതാ ഇവിടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 20 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അപ്പോൾ ഇത് ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് ഉള്ളിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക് കുപ്പിയോ കവറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ കൊണ്ടിടാതെ അതുപോലെ തിരിച്ച് കൊണ്ടുവരണം എന്നൊക്കെ അവിടെ നിർദ്ദേശമൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ അതൊക്കെ വായിച്ച് അതൊക്കെ പാലിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ ചെറുതാണെങ്കിലും നല്ല അടിപൊളിയാണ്. 1-2 പേർക്ക് കഷ്ടിച്ച് നടന്നു പോകാൻ പറ്റിയൊരു ചെറിയ വഴിയൊക്കെയാണ്. എന്നാലും നല്ല അടിപൊളിയാണ്. നമുക്കൊരു കാടിൻ്റെ ഒരു വൈബൊക്കെ നമുക്ക് നല്ല പോലെ അറിഞ്ഞ് നടക്കാൻ പറ്റിയൊരു സ്ഥലം. അപ്പോൾ ഇതാ പോകുന്ന വഴിക്കൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ അരുവികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് വെള്ളമൊക്കെ വരുന്നുണ്ട്. നല്ല തണുത്ത വെള്ളമാണ്. അപ്പോൾ ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ അട്ടകളെ കൊണ്ട് നല്ല ശല്യം ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അട്ടകളെയൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ടും ആ ഒരു തണുപ്പൊക്കെ നമുക്ക് ഇവിടുന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസൊക്കെ എഴുതിയിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പാലിക്കാൻ നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് വേണം നമ്മൾ വെള്ളച്ചാട്ടത്തിലോട്ട് പോകാൻ. അപ്പോൾ ഇവിടെ നിന്ന് ഓരോ സൈഡിലും നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ ഒക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇതാ വെള്ളച്ചാട്ടത്തിലേക്ക് കുളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ താഴോട്ട് വരുന്തോറും നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ തണുപ്പൊക്കെ നല്ല പോലെ അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു ടൈമിൽ വന്നതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കുളിക്കാനും കുട്ടികൾക്കൊക്കെ കളിക്കാനൊക്കെ പറ്റിയൊരു സമയമാണ്. നമ്മൾ മഴക്കാലത്ത് വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഈ നിൽക്കുന്ന ബ്രിഡ്ജ് വരെ വെള്ളച്ചാട്ടത്തിൻ്റെ ഫോഴ്സ് കൊണ്ട് വെള്ളം എത്തും. അപ്പോൾ നമ്മൾ മുകളിൽ നിന്നിട്ട് വെള്ളച്ചാട്ടം കണ്ട് തിരിച്ചു പോകേണ്ടി വരും. കുട്ടികളെ ഒന്നും താഴെ ഇറങ്ങാൻ അനുവദിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സമയം ആയതുകൊണ്ട് നമുക്ക് ഇറങ്ങി കുളിക്കാനും കുറച്ച് സമയം ഇരുന്ന് കുട്ടികൾക്ക് കളിക്കാനൊക്കെ പറ്റും. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങളും ഡ്രസ്സൊക്കെ ഒരു ഭാഗത്ത് വെച്ച് വെള്ളത്തിലോട്ട് അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. കുറേ സമയം നമ്മൾ വെള്ളത്തിൽ കളിച്ച് പിന്നെ ഒരു ഭാഗത്ത് നമുക്ക് കുളിക്കാനായിട്ട് നീന്താനൊക്കെ ആയിട്ട് കുറച്ച് ആഴമുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെയും കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെ ഒരു 2 മണിക്കൂറോളം നമ്മൾ ഈ വെള്ളത്തിൽ തന്നെ ഇരുന്ന് കളിച്ചു. നമുക്കൊരു 1-2 മണിക്കൂറോളം ചിലവഴിക്കേണ്ട കാര്യങ്ങളൊക്കെ ഈ ഒരു വെള്ളച്ചാട്ടത്തിലുണ്ട്. അങ്ങനെ ഇതൊരു 1-2 മണിക്കൂറോളം വെള്ളത്തിൽ നിന്ന് കളിച്ചതിന് ശേഷം ഞങ്ങൾ കയറിയിട്ടുണ്ട്. ചെറിയൊരു മഴയൊക്കെ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങി വെച്ച ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് സമയത്ത് ഈ ഒരു വ്യൂ ഒക്കെ കണ്ട് അങ്ങനെ നിന്നു. കണ്ണൂരിൽ നിന്ന് 57 കിലോമീറ്ററും ഇരിട്ടിയിൽ നിന്ന് 24 കിലോമീറ്ററുമാണ് കേട്ടോ ഈ ഒരു കാഞ്ഞിരക്കൊല്ലി വെള്ളച്ചാട്ടത്തിലേക്ക്. അപ്പം നമ്മളിതാ കയറിയപ്പോൾ തന്നെ മഴയൊക്കെ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു വൈബാണ്. മഴയും കൂടെ പെയ്തപ്പോൾ നമുക്ക് അടിപൊളിയായിരുന്നു ഈ ഒരു സ്ഥലം കാണാൻ. അപ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കാഞ്ഞിരക്കൊല്ലി അളകാപുരി വെള്ളച്ചാട്ടത്തിലേക്കുള്ള ഞങ്ങളുടെ കുഞ്ഞു യാത്ര നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു യാത്രാ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്